ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഉത്തരീയം നൽകിയതിൻ്റെ വലിയ ജൂബിലിയിലേക്ക് നാം കടക്കുമ്പോൾ, 775 വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കർമ്മലീത്ത ഉത്തരീയത്തിൻ്റെ കൃപകൾ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ പറയാം, എല്ലാം നന്മയ്ക്കായിട്ടാണ്. സഹനത്തിൻ്റെ ആഴത്തിൽ സഭയ്ക്ക് കിട്ടിയ വലിയ മുത്താണ് ഉത്തരീയം. വേദനിക്കുന്ന ഓരോ വ്യക്തികൾക്കും അമ്മ നൽകുന്ന സാന്ത്വനമാണ് ഉത്തരീയം. കർമ്മല സഭയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവചനം മുതൽ തുടങ്ങുന്ന വലിയ ഒരു ചരിത്രമുണ്ട് കർമ്മല സഭയ്ക്ക്. എലിയായുടെ അനുയായികൾ പ്രവാചക പാത പിന്തുടർന്നുകൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ജീവിച്ചവർ, പ്രവാചകൻ്റെ തീക്ഷ്ണതയിൽ കർമ്മല മലയിൽ ഒരുമിച്ച് കൂടിയവർ. പലസ്തീനായിലെ കർമ്മല മലയിലാണ് സഭയുടെ ആരംഭമെന്ന് നമുക്കറിയാം. എലീഷായിക്ക് മേലങ്കി ഇട്ടുകൊടുത്തുവെങ്കിൽ പരിശുദ്ധ മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിലൂടെ ഉത്തരീയം നമുക്കായിട്ട് നൽകുകയാണ്. ഒരു മേലങ്കി ബന്ധം സഭയുടെ ആരംഭം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുരിശുയുദ്ധ കാലത്ത് ഇംഗ്ലണ്ടിലെ ഐൽസ്ഫോർഡ് ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മാതാവ് പ്രത്യക്ഷീകരണം നൽകി പരിശുദ്ധ കർമ്മലീത്ത ഉത്തരീയത്തിൻ്റെ വലിയ പ്രാധാന്യത്തെ അറിയിക്കുകയാണ്. 1251 ജൂലൈ 16 രാത്രിയിൽ സഭയുടെ വേദനകളും സഹനങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയം വാനകടങ്ങളുടെ അകമ്പടിയോടുകൂടെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. തവിട്ട് നിറമുള്ള ഉത്തരീയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിൽ നൽകിക്കൊണ്ട് അമ്മ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായി ഇത് ധരിക്കുക. ഈ ഉത്തരീയം ധരിച്ചുകൊണ്ട് മാതൃഭക്തിയിൽ വളരുന്നവർ ആരും നിത്യ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല എന്നുള്ളൊരു ഓർമ്മ പരിശുദ്ധ അമ്മ നൽകുകയാണ്. സംരക്ഷണത്തിൻ്റെ അടയാളമായി, സ്നേഹ വാത്സല്യ സമൃദ്ധിയുടെ പ്രകാശനമായി പരിശുദ്ധ അമ്മ ഉത്തരീയം നൽകുകയാണ്. രക്ഷയുടെ ഒരു ഓർമ്മ നമുക്ക് നൽകുകയാണ്. ഉത്തരീയം ഓർമ്മപ്പെടുത്തുക പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സമാധാനത്തിൻ്റെ ഒരു വാഗ്ദാനവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് അമ്മ സൂക്ഷിക്കുക. വലിയ നന്മയ്ക്കായി പരിശുദ്ധ അമ്മ നൽകിയ വലിയ സമ്മാനമാണ് ഉത്തരീയം. ഉത്തരീയം ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ആരാണ് പരിശുദ്ധ അമ്മയെന്നും വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിലൂടെ. നസ്രത്തിൽ നിന്നുള്ള യേശുവിൻ്റെ അമ്മ, ദൈവപുത്രൻ്റെ അവതാര യാത്രയിൽ അമ്മയായും മനുഷ്യപുത്രൻ്റെ പരസ്യ ജീവിതത്തിൽ അവിടെ സഹചരണിയായും രക്ഷകൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് കൂടെ അനുയാത്ര ചെയ്യുന്നവളുമായി പരിശുദ്ധ അമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നുണ്ട്, യേശുവിൻ്റെ മരണത്തിന് ശേഷം ശിഷ്യരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറിയത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്. ക്രിസ്തുവർഷത്തിൽ ഏകദേശം AD 50കളുടെ ഉത്തരാർത്ഥത്തിനും അതുപോലെ 60കളുടെ പൂർവാർത്ഥത്തിനും ഇടയിൽ വിശുദ്ധ പൗലോസ് രചിച്ച ചില ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറിയത്തെ വ്യക്തമായിട്ട് നമുക്ക് വചനത്തിലൂടെ പരിചയപ്പെടുവാനായി സാധിക്കും. ക്രൈസ്തവ സഭയുടെ ശൈശവത്തിൽ തന്നെ മാതൃസ്നേഹം മരിയ ഭക്തിയായി രൂപപ്പെടുകയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. മരിയ ദർശനത്തിൻ്റെയും മരിയ ഭക്തിയുടെയും സമ്പുഷ്ടമായ ഒരു വിളഭൂമിയായിരുന്നു സഭാപിതാക്കന്മാരുടെ കൃതികളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുക. 1-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 8-ാം നൂറ്റാണ്ട് വരെ 70ഓളം സഭാപിതാക്കന്മാർ ഈ ദർശനത്തിന് സംഭാവന നൽകിക്കൊണ്ട് കടന്നു പോകുന്നുണ്ട്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ ജസ്റ്റിൻ, ലിയോണിലെ ഇരണേവൂസ്, അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ്, ഇപ്പോളിറ്റസ്, ഒറിജിൻ, തെർത്തുല്യൻ തുടങ്ങിയ പല പിതാക്കന്മാരും മറിയ ദർശനത്തിൻ്റെ കാരണക്കാരായിട്ടുണ്ട്. ഈ മരിയ ഭക്തി ഒട്ടുമിക്ക സഭകളും സ്വീകരിക്കുകയുണ്ടായി. ചിലർ വളരെ പ്രത്യേകമായി ഈ ഭക്തി പ്രചരിപ്പിക്കുകയും സാക്ഷ്യം നൽകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. കർമ്മല സഭയിലേക്ക് നാം നോക്കുമ്പോൾ സഭയുടെ ആരംഭം മുതൽ കർമ്മല സന്യാസിമാർക്ക് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തിയും സ്നേഹവും ഒക്കെ നമുക്ക് കാണാം. കർമ്മലീത്തർ അറിയപ്പെടുന്നത് തന്നെ
ഹെർമിറ്റ് ബ്രദേഴ്സ് ഓഫ് ദി ബ്ലസ്ഡ് വെർജിൻ മേരി ഓഫ് മൗണ്ട് കാർമൽ എന്നാണ്. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സന്യാസ സഹോദരങ്ങൾ. കുരിശുദ്ധ കാലത്ത് കർമ്മലീത്തർ തങ്ങളുടെ സഹോദരിയുടെ സ്നേഹം വ്യക്തിപരമായി അനുഭവിച്ചവരാണ്. സഭയുടെ വേദന കാലത്ത് സമ്മാനമായി നൽകിയ ഈ ഉത്തരയത്തിലൂടെ നമ്മുടെ സഹോദരിയായ മറിയം പറഞ്ഞത്, ഇത് വിശ്വാസത്തോടെ ധരിക്കുന്നവർ നിത്യമായ ശിക്ഷയിൽ പതിക്കുകയില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ്. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ത്രൂ ദ റോസറി ആൻഡ് സ്കാപ്പുലർ ഐ വിൽ സെർവ് ദ വേൾഡ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കുകൾ പ്രകാരമാണ്, ദ സ്കാപ്പുലർ ബിക്കംസ് എ സൈൻ ഓഫ് ദ കവനന്റ്. പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഉത്തരീയം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുമെന്നുള്ള വലിയ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഉടമ്പടി തന്നെയാണ് ഉത്തരീയം. പിന്നീട് സഭയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലെല്ലാം കർമ്മലീത്ത ഉത്തരീയത്തിൻ്റെ പ്രാധാന്യം അമ്മ വെളിവാക്കുന്നുണ്ട്. ലൂർദിലെ അവസാന പ്രത്യക്ഷീകരണം ജൂലൈ 16 ആയിരുന്നു എന്ന് നമുക്കറിയാം. അന്ന് പരിശുദ്ധ അമ്മ കർമ്മലീത്ത വസ്ത്രത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. 1917 ഫാത്തിമയിലെ ദർശനത്തിൽ മാതാവ് കയ്യിൽ ഉത്തരീയം ഉയർത്തിപ്പിടിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. ഉത്തരീയം അമ്മയുടെ വിമല ഹൃദയത്തിലേക്കുള്ള സമർപ്പണത്തിൻ്റെ അടയാളമാണെന്നും ജപമാലയും ഉത്തരീയവും വേർപെടുത്താനാവാത്ത വിശുദ്ധ വസ്തുക്കളാണെന്നും ഫാത്തിമയിലെ സിസ്റ്റർ ലൂസിയിലൂടെ അമ്മ നമുക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ ഹൃദയത്തോട് ഉത്തരീയം ചേർത്ത് വെച്ച ഒരു വിശുദ്ധനായിരുന്നു. 2003 ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ തിരുനാളിന് പാപ്പ വെളിപ്പെടുത്തുന്നുണ്ട്, 1981 അദ്ദേഹത്തിന് നേരെയുണ്ടായ വധശ്രമത്തിൽ നെഞ്ചിലേക്ക് തുളച്ചു കയറേണ്ട വെടിയുണ്ട തടഞ്ഞു നിർത്തിയത് ഉത്തരീയ ശക്തിയാണെന്ന്. ഉത്തരീയം ധരിക്കുന്നതിലൂടെ ഈശോയും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധം പ്രകടിപ്പിക്കുകയാണെന്ന് ബെനഡിക്റ്റ് 16 പാപ്പ നമ്മോട് പറയുന്നുണ്ട്. വിശ്വാസത്തോടെ മരണം വരെ ഉത്തരീയം ധരിക്കുന്നവർക്ക് പാപാവസ്ഥയിൽ മരിക്കുവാൻ ഇടവരികയില്ലെന്നും അവർക്ക് മാനസാന്തരത്തിനായിട്ടുള്ള കൃപകൾ ദൈവം നൽകുമെന്നും വിശുദ്ധ റോബർട്ടിലൂടെ നമ്മോട് പറയുന്നുണ്ട്. ഉത്തരീയം വലിയ ഒരു അടയാളമാണ്, രക്ഷയുടെ ഓർമ്മ നൽകുന്ന അടയാളം, കരുണയുടെ ഓർമ്മ നൽകുന്ന അടയാളം. ഉത്തരീയം ഒരു ഉടുപ്പാണ്, വസ്ത്രമാണെന്ന് നമുക്കറിയാം. ഉടുപ്പ് നമ്മൾ ചിന്തിക്കുമ്പോൾ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അതൊരു ഐഡൻറ്റിറ്റിയാണ്. ധൂർത്തനായ പുത്രൻ പുറമേക്ക് പോയി തിരിച്ചെല്ലാം നഷ്ടപ്പെട്ട് വരുമ്പോൾ തൻ്റെ പിതാവ് അവന് മേൽത്തരം വസ്ത്രങ്ങൾ കൊടുത്ത് അവനെ ഭവനത്തിലേക്ക് ആനയിക്കുന്നുണ്ട്. നഷ്ടപ്പെടുത്തി കളഞ്ഞ അവൻ്റെ വ്യക്തിത്വത്തെ, ഐഡൻറ്റിറ്റിയെ പിതാവ് തിരിച്ചു കൊടുക്കുക. അതുപോലെ പരിശുദ്ധ അമ്മ തൻ്റെ ഉത്തരീയം നൽകുക വഴി അമ്മയുടെ ആ വ്യക്തിത്വത്തെ നമ്മിലേക്ക് നൽകുകയാണ്, നമ്മളെ പൊറിഞ്ഞ് പിടിക്കുകയാണ്. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുനാളിൽ പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം ധരിച്ച് അമ്മയോടുള്ള ഭക്തിയിൽ വളരുവാനും ആ ഉത്തരീയ കൃപയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കാരണമായി മാറട്ടെ. അതിന് ഈശോ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അമ്മ തൊട്ടിലേ